ലൂയിസ് സാറേ, എഴുന്നേൽക്ക്. ഉറങ്ങാനും സമ്മതിക്കില്ല. അങ്ങനെ അന്തം വിട്ട് ഉറങ്ങാൻ ഇന്ന് ഹോളിഡേ ഒന്നും അല്ല. വേഗം റെഡിയാവാൻ നോക്ക്. ഓഫീസിൽ ഒരുപാട് തിരക്കുള്ളതല്ലേ. എനിക്കും ബാങ്കിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ആ ജാനുവച്ചിക്ക് ഇന്ന് എന്ത് പറ്റിയാവോ? ഇനിയിപ്പം ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കണം. ഇപ്പൊ കാണിച്ചു തരാം. അത് നമുക്ക് ഞായറാഴ്ച പള്ളി പറയാം. വാ വാ, വിട്, ഞാൻ വരാം. വേഗം കേറ്. അയ്യോ, എന്താ ജാനേ ചിത്ര വൈകിയത്? ഇത്തിരി നേരത്തെ വന്നൂടെ? വരണ വഴിയേ കുമാരൻ മേസ്ത്രിയുടെ വീട്ടിലോട്ടൊന്ന് കേറി. ഇന്നോ നാളെ നായിട്ട് കിടപ്പാ. അതുകൊണ്ടാ മോളെ വൈകിയത്. ബുദ്ധിമുട്ടായില്ലേ? ഇനി ഞാൻ വൈകില്ല മോളെ, ഉറപ്പാ. ടിവിയും കണ്ടിരിക്കാണ്ട് എല്ലായിടം തുടച്ച് മിനുക്കി വെക്കണം. അത് പ്രത്യേകം പറയണോ? എല്ലാ മുറിയും മിനുമിനാന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊള്ളാം. കള്ളപ്പണി കണ്ട എനിക്ക് മനസ്സിലാവും. കേട്ടോ ലൂയിസ് സാറേ ഈ റേച്ചൽ മോള് പറയുന്നത്? റേച്ചൽ, നീ ഒന്നും പറയണ്ട. ജാനുവച്ചി ഡീസന്റാ, സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ഈ വീട്ടിൽ ക്ഷുദ്രജീവികൾ ഒന്നിനെ പോലും ബാക്കി വെക്കരുത്. 8 കാലി, പാറ്റ, ഈ വക ജീവികളൊക്കെ ഞങ്ങൾക്ക് പേടിയാണ്. കളിയാക്കല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. അത് പിന്നെ പറയണോ? ശരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റേച്ചൽ, ഒരു വിശേഷം അറിഞ്ഞോ? കാലത്തെ എന്താ വിശേഷം? നമ്മുടെ ബാബുരാജ് ഉണ്ടല്ലോ, ഒരു മിണ്ടാപ്പൂച്ചയൊന്നും അല്ല. അയാള് കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്തത് എന്തിനാണെന്നറിയോ? ടൂറ് പോവാനാ, ബാംഗ്ലൂർക്ക്. അതിനെന്താ? അതിനൊന്നുമില്ല, പക്ഷെ കൂടെ പോയത് ലക്ഷ്മി ബാങ്കിലെ നളിനിയാ. എന്റെ പൊന്നു ചേച്ചി, എനിക്ക് കേക്കണ്ട ഈ പരദൂഷണം. ഹലോ. റേച്ചൽ, അദാലത്തിന്റെ ലെറ്ററുകൾ നാളെ തന്നെ അയക്കണ്ടേ? നാളെ തന്നെ അയക്കാം സാർ. എല്ലാ ലെറ്ററിലും തുക ഉടനെ അടച്ചില്ലെങ്കിൽ റിക്കവറി നടപടികൾ ഉണ്ടാകുമെന്ന് മലയാളത്തിൽ എഴുതണം. ശരി സാർ. ലെറ്റേഴ്സ് ഒക്കെ റെഡിയല്ലേ മേഘേ? കുറച്ചുകൂടി ഉണ്ട്. വേഗം വേണം, നാളത്തെ പോസ്റ്റിൽ അയക്കാനുള്ളതാ. ശരി. അതാ പറഞ്ഞത്, കമ്പി സിമെന്റും ഒക്കെ ഞങ്ങൾക്ക് സമയത്തിന് കിട്ടണം. ശരി ശരി. നമസ്കാരം സർ. നമസ്കാരം സർ. ഏഷ്യൻ സിമെന്റ്സിൽ നിന്ന് വിളിച്ചിരുന്നു. മെറ്റീരിയൽസ് ഉടനെ അയക്കുമെന്ന് പറഞ്ഞു. ആ പ്രീമിയർ ഏജൻസിക്കുള്ള DD വൈകണ്ട. നമ്മുടെ കുഴപ്പം കൊണ്ട് ഒരു ഡിലേ ഉണ്ടാവരുത്. ഇല്ല സർ, ഒരിക്കലും ഇല്ല.
ഡി ഒരിക്കലും അയക്കില്ലെന്നാണോ? അയ്യോ അങ്ങനെയല്ല സർ, ഡിലേ ഉണ്ടാവില്ലെന്നാ പറഞ്ഞത്. അതൊക്കെ ബഷീർ വേണ്ട പോലെ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടെ? ആ വിശ്വട്ടാ, ആ നമസ്കാരം സർ. ഇതെപ്പോ എത്തി? വെളുപ്പിന് ഒക്കെ ഒരു വിശ്വാസമല്ലോ. സരിതയുടെ ഒരു മനസ്സമാനത്തിനാ പോയത് തന്നെ. കാതലിപ്പുഴം കൊണ്ട് തുലാഭാരം, കണ്ണീർ കൊണ്ട് പുഷ്പാർച്ചന. ഏയ്, ആ കണ്ണുനീര് ദൈവം കാണും വിശ്വട്ടാ. കാണാമായിരുന്നെങ്കിൽ ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് മകനായി പറഞ്ഞേനെ. അത്ര കുള്ളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ വിശ്വാസം പോയി ലൂയിസ്. വർഷം 6 ആയില്ലേ? ഏയ്, 6 ആയിട്ടുള്ളൂ. ആ കോഴിസാറിന്റെ ഭാര്യ വിശ്വട്ടൻ അറിഞ്ഞൂടെ? 14 വർഷം കഴിഞ്ഞിട്ടാ. ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. രാത്രി കോച്ച് സാർ വിളിച്ചിരുന്നു. ആ. ആലുവ ഫ്ലാറ്റിന്റെ പണി ഉടനെ തുടങ്ങുമെന്ന്. വേണമെങ്കിൽ ഒരു വമ്പം പാർട്ടിയെ പാർട്ട്ണറായി തരാമെന്ന്. ആലുവ ഫ്ലാറ്റിന്റെ വർക്ക് ഉടൻ തുടങ്ങണം. ശരിയാണ്, തുടങ്ങാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പുതിയൊരു പാർട്ട്ണർ, അത് ആലോചിക്കണം വിശ്വട്ടാ. അവിടെ നമുക്ക് തലവേദന ആവരുത്. അത് ഞാനും പറഞ്ഞു. പക്ഷെ പാർട്ടി വളരെ ഡീസന്റ് ആണെന്ന് കോച്ച് സാർ പറഞ്ഞത്. എന്നാൽ ആലോചിച്ചിട്ട് മതി. ഹലോ, ആ വിശ്വട്ടാ, ഓഫീസിലേക്ക് വാ. ആ ബ്ലൂ പ്രിന്റ് എത്തിയിട്ടുണ്ട്. ഹലോ സർ, ഞാൻ ബാങ്കിലെ മേഘയാണ്. റീച്ചലിന് ബാങ്കിൽ വെച്ചൊരു തലകറക്കം ഉണ്ടായി. എന്നിട്ട്? പരിഭ്രമിക്കാനൊന്നുമില്ല സർ. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ വീട്ടിലുണ്ട്. ആ, ഞാനിപ്പോ വരാം. റച്ചൽ, എന്താ പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്തത്? ലൂയി സാറിന് കടുമധുരത്തിലൊരു ചായ എടുക്കട്ടെ? വേണ്ട, എങ്കിൽ ഒരു ലഡു എടുക്കാം. ലഡു തിന്നാൻ കണ്ട ഒരു നേരം. നിങ്ങൾ തമാശകളാ. തമാശല്ല, കാര്യ. റേച്ചമോള് ഗർഭിണിയാ ലൂയി സാറ്. നമസ്കാരം. ആര്യത് ബുൾഡോസറാ? ഇരിക്കി. ഇനി ആ വിളി അങ്ങ് മാറ്റണം സാറേ. ഞാനിപ്പോ ഷാർജ സുരേഷ, ബുൾഡോസർ സുരേഷൊക്കെ പണ്ട്. ആ ഷാർജന്ന് ലീവിന് വന്ന കാര്യം ഞാൻ അറിഞ്ഞു. ആ. വിശ്വട്ടൻ പറഞ്ഞിരുന്നു. ഓടി നടപ്പായിരുന്നു. നിക്കാൻ നേരം കിട്ടിയിട്ടില്ല. തൃശ്ശൂര്, മഞ്ചേരി, മലപ്പുറം, കാസർഗോഡ്. അതെന്തിനാ? ഡോർ ഡെലിവറി. കൂട്ടുകാർ തന്നയച്ച ഉരുപ്പടികൾ അവരവരുടെ വീടുകളിൽ എത്തിക്കണ്ടേ. ഇപ്പോഴാ ഒന്ന് ശ്വാസം വിടുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചു പോകാറായി. ഒരു ഗൾഫുകാരന്റെ ജീവിതം. സാറ് വീട്ടിലാണെന്നോർത്ത് വീട്ടിലേക്ക് വിളിച്ചപ്പോഴാ സാറ് സൈറ്റിലാണെന്നുള്ളത് അറിഞ്ഞത്. അല്ല, നമ്മുടെ വിശ്വട്ടൻ ഇങ്ങോട്ട് വരും. ചില പാർട്ടീസും വരാനുണ്ട്. ഞാനും വിചാരിച്ചു ഹോളിഡേ ആയിട്ട് സാറിന് എന്താ സൈറ്റ് പരിപാടി ഇന്ന്. ഹോളിഡേ ഒക്കെ ആർക്കാ? പണിക്കാർക്ക്. ബിസിനസ്സുകാരൻ എന്ത് ഹോളിഡേ? അത് ശരിയാ. സാറിന്റെ ഈ മൈൻഡാ സാറിനെ ഈ ഫീൽഡിൽ വളർത്തിയത്. ഇതുവരെ ഇത് വായിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞ തവണ ഞാൻ ലീവിന് വന്നപ്പോൾ ഇത് കയ്യിലുണ്ടായിരുന്നു. ചില പുസ്തകങ്ങൾ അങ്ങനെ ഇടയ്ക്കൊക്കെ വീണ്ടും വായിക്കാൻ തോന്നും. അത് സാറിന്റെ സ്വഭാവം. പക്ഷെ ഞാനത്രക്കാരനല്ല. ജനിച്ചിട്ടിന്നേ വരെ ഒരു പുസ്തകവും ഒരു തവണ പോലും ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. വെരി ഗുഡ്. വായിക്കരുത്, വായിച്ച് വഷളാവരുത്. അതാ ബുദ്ധിയുള്ളവരുടെ ലക്ഷണം. ഊതിയതാണല്ലേ? നടക്കട്ടെ നടക്കട്ടെ. പിന്നെ സാറേ, ഞാനൊന്ന് പറയാം. അഡ്വൈസ് ആണെന്ന് മറ്റും വിചാരിക്കരുത്. ഓഫീസിലിരുന്ന് നോവല് വായിക്കരുത്. ആ ശീലം പൊട്ടയാ. ഇല്ലടോ, ഞാൻ ഓഫീസിലിരുന്നൊന്നും വായിക്കാറില്ല. പിന്നെ ഈ ബുക്ക് എങ്ങനെയോ വന്ന് പെട്ടതാ. പിന്നെ ഞായറാഴ്ച ആയിട്ടൊന്ന് വീശൽ പരിപാടി ഒന്നും ഇല്ലേ? അതിനെ പറ്റിയ നല്ല ഒരു കമ്പനിയും കിട്ടിയില്ല. അലക്സാണ്ടറും ബഷീറും കൂടി നിർത്തിയെന്ന്. വളരെ നന്നായി. ഇനിയിപ്പോ തനിക്കും കൂടി നിർത്താലോ? കളഞ്ഞു. ഞാനിപ്പോ വന്നത് എന്തിനാന്നറിയാവോ സാറിന്? എന്തിനാ? സാറിനോട് വീശാൻ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കാൻ. ഒരു കമ്പനിക്ക്. അപ്പൊ അതേ എന്നോട് കൂടി നിർത്തിക്കൂടെ? റേച്ചൽ, ഒരാള് വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ബുൾഡോസർ. എന്നോടെ കുടി തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കാനാ കക്ഷി വന്നിട്ടുള്ളത്. അതെ, ഞാൻ കൊടുക്കാം. ഹലോ. അത് പിന്നെ സുരേഷ് ഏട്ടാ, വേണ്ട വേണ്ട. നല്ല പശുവും പാല് കിട്ടാനുണ്ടെങ്കിൽ
സാറിന്റെ കൂടി തുടങ്ങിക്കൂടെ? എന്താ കുഴപ്പം? ദേവങ്ങളെ ഇങ്ങനെ ചിരിക്കല്ലേ, വയറ് കൊളുത്തി പിടിക്കും. ഉള്ളിലൊരാളുള്ളതാ, ശ്രദ്ധിക്കണം. ഒക്കെ വിശ്വൻ സാറ് പറഞ്ഞിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് പെങ്ങളെ കാണാനൊന്ന് വരുന്നുണ്ട്. ഞാൻ സാറിന് കൊടുക്കാം. ആ ശരി. ആ ബുൾഡോസർ എന്നാ വീട്ടിലേക്ക് വരുന്നേ? എന്റെ പൊന്ന് സാറേ, ദൈവത്തെ ഓർത്തി ബുൾഡോസർ വിളി ഒന്ന് നിർത്താവോ? വിളിച്ച് ശീലിച്ചല്ലേ, എളുപ്പം നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബുൾഡോസറെ. ആളെ ചട്ടിയിലിട്ട് വറക്കണ സ്വഭാവം സാറിന് പണ്ടേ ഉള്ളതാ. ആ പിന്നെ സാറേ, ചമ്പക്കര ഫ്ലാറ്റിന് ഞാൻ 3 ആളെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ബെഡ്റൂം 1, 3 ബെഡ്റൂം 2, അങ്ങനെ 3 എണ്ണം. സന്തോഷം. കമ്മീഷൻ എപ്പോഴും പണ്ടത്തെ 1.5% തന്നെയാണോ? അതിന് തൽക്കാലം മാറ്റമൊന്നുമില്ല. 1.5 എങ്കിൽ 1.5. ഞാൻ ഷാർജ ചെന്നിട്ട് വിളിക്കാം. അവിടെയുള്ള കക്ഷികളാ, ഉടനെ അഡ്വാൻസും തരാം. ആയിക്കോട്ടെ. റേച്ചലിനൊരു അല്പം വിളർച്ചയുണ്ട്. ഈ വിളർച്ച ഗർഭിണികളിൽ പൊതുവെ സാധാരണമാണ്. ഞാൻ കുറച്ച് അയൺ ടാബ്ലറ്റ്സ് എഴുതാം. സ്കാനിംഗ് റിപ്പോർട്ട്. എല്ലാം നോർമലാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ? ചോദിക്കൂ. സ്കാനിംഗ് റിപ്പോർട്ടിൽ മനസ്സിലായി, കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന്, അല്ലേ? അതെ. സോറി മിസ്റ്റർ ലൂയിസ്, ഡോണ്ട് ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ അത് വെളിപ്പെടുത്താറില്ല, വെളിപ്പെടുത്താൻ പാടില്ല. ഓ സോറി. താങ്ക് യു ഡോക്ടർ. ശരി. ആ ഡോക്ടർ മുമ്പിൽ സാറങ്ങ് വല്ലാണ്ട് ചമ്മിപ്പോയില്ലേ? ഇതിപ്പോ 13ാമത്തെ തവണ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നീ എന്നെ കളിയാക്കുന്നു. ഞാൻ ചമ്മിട്ടൊന്നുമില്ല. ചമ്മിട്ടില്ല. ഈ തിരുമുഖത്തൊരു വളിച്ച ചിരി മിന്നിമായുന്നത് ഞാൻ കണ്ടതാ. അത് വളരെ ജെന്റിൽ ആയിട്ടുള്ള ചിരിയായിരുന്നു. ഞാൻ അങ്ങനെ ചിരിക്കാറുള്ളൂ, ബിക്കോസ് ഐ ആം എ ജെന്റിൽമാൻ. എന്റെ ലൂയിസ്, എനിക്കുണ്ട് ആകാംക്ഷ, മോനാണോ മോളാണോ എന്നറിയാൻ. നീ ആഗ്രഹിക്കുന്ന എന്താ, മോനോ മോളോ? അത് തീരുമാനിക്കുന്നത് നമ്മളാണോ? ദൈവം തരുന്നത് മോനായാലും മോളായാലും എനിക്ക് ഇഷ്ടം തന്നെയാ. എന്നാ ഞാനൊരു പ്രവചനം നടത്തട്ടെ? പ്രവചിക്കൂ പ്രവാചക. ഈ കുഞ്ഞാണായിരിക്കും, ഒരു മിടുമിടുക്കൻ. എങ്ങനെ മനസ്സിലായി? അതിപ്പോ ഞാൻ മിടുമിടുക്കനല്ലേ, അപ്പൊ എന്റെ മോനും മിടുമിടുക്കനായിരിക്കും. പക്ഷേ അവൻ അല്പം വാശി കൂടും. ഓ, അതെങ്ങനെ ഗണിച്ചെടുത്തു? അതിനത്ര ഗണിക്കാനൊന്നുമില്ല. നിന്റെ സ്വഭാവത്തിനെങ്കിലും ഇല്ലാതിരിക്കൂ. അപ്പൊ ഇതാണ് ലൂയിസ് പ്രവാചകന്റെ പ്രവചനം. അതെ. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറോട് ചോദിച്ചത്? അതൊരു തമാശക്ക്. നീ നോക്കിക്കോ, എന്റെ പ്രവചനം കൃത്യമായിരിക്കും. ബെറ്റ്? എന്താണ് ബെറ്റ്? ആണായാലും പെണ്ണായാലും നിനക്ക് 101 നിർത്താതെ എനിക്കും തരണം. ബെസ്റ്റ് ബെറ്റ്. ഇതിന് ബെറ്റെന്നല്ല, വട്ടെന്നാ പറയാ. അതിന് ഈ വട്ടം എപ്പോഴുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ 1001 ആക്കാം. 1001 നോൺ സ്റ്റോപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പച്ചൻ തന്നെയാണോ ഡ്രൈവ് ചെയ്തത്? അതിനെന്താ ഇത്രയും ദൂരോ? ഇതൊക്കെ ഒരു ദൂരമാണോ മോനെ? ഞാൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് അമേരിക്ക പോയി നിന്റെ ചേട്ടനും ചേട്ടത്തിയും കൂട്ടിക്കൊണ്ട് വരാം. അല്ലെങ്കിൽ നിനക്ക് ഇത്ര അസൂയ കൂടുതലാ? എടി, എന്നെ പോലെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഡ്രൈവറെ നീ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല. നേരാ, നിങ്ങൾ വണ്ടി എടുത്താലേ ഒരു കോഴിയോ പൂച്ചയോ തട്ടിയിരിക്കും. എന്റെ മാതാവേ, ഇനി എന്നാ ഒരു കൊലപാതക സമാധാനം പറയേണ്ടി വരിക എന്ന എന്റെ പേടി. നീ ആ കരുനാക്ക് വളച്ചൊന്നും പറയാതെ എന്റെ മേരിക്കുട്ടി. അമ്മച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ഇനി വണ്ടി ഡ്രൈവറെ വെച്ച് ഓടിച്ചാ മതി, അല്ലെങ്കിൽ അപ്പച്ചൻ പാവം ജീവികളൊക്കെ കൊന്ന് നരകത്തിൽ പോവേണ്ടി വരും. നീ അമ്മച്ചിയെ പോലെ അപ്പച്ചനെ കളിയാക്കി തുടങ്ങിക്കൊടി റേച്ചന് മോളെ. ഇതാരാ റേച്ചമ്മയുടെ അപ്പച്ചനോ അമ്മച്ചിയോ? ആ ജാനു, നീ ആ ഡിക്കി തുറന്ന സാധനങ്ങളെടുത്ത് അകത്തോട്ട് വെച്ചേ. ശരി ശരി. മോളെ പതുക്കെ നടക്ക, സൂക്ഷിച്ച് നടക്കേണ്ട സമയം ഇത്. ഏഴാം മാസത്തിൽ പെണ്ണിനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാന്നുള്ളത് പതിവാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് പെൺവീട്ടുകാരുടെ അവകാശം മോനെ. ഇവിടെ ടൗൺ അല്ലേ അമ്മച്ചി, നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലും നല്ല ഡോക്ടർമാരും ഒക്കെ ഉണ്ട്.
ഗ്രാമമാണെങ്കിലും ഈ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ട് മോനെ. അല്ലേ നിങ്ങൾ എന്തൊന്നും മിണ്ടാണ്ടിരിക്കുന്നേ? ഈ കാര്യത്തിൽ ഞാൻ എന്നാ മിണ്ടാനാ മേരിക്കുട്ടി? അല്ലേ ലൂയിസേ? അല്ല, അപ്പച്ചൻ വിഷമമൊന്നും വിചാരിക്കരുത്. റേച്ചൽ ഇവിടെ തന്നെ നിൽക്കുന്ന എനിക്ക് സമാധാനം. ഇതിനാ മേരിക്കുട്ടി സ്നേഹം സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായി പറഞ്ഞോണ്ട് വരുന്നത്? പ്രസവം ഇവിടെ ആയിക്കോട്ടെ എന്നാണോ? ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ? നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഇവിടെ മൂത്ത രണ്ടിടത്തിന്റെ പ്രസവം നമ്മൾ അന്തസ്സായിട്ടാ നോക്കിയേ. അതുപോലെ വേണം ഇതും. എടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവനല്ലേ പറയുന്നേ. നമ്മക്ക് അതിന്റെ കുറച്ചില്. ഒരു കുറച്ചിലുമില്ല. നാട്ടുകാരെന്തേലും പറയട്ടെ, അപ്പച്ചനും അമ്മച്ചിയും കുറച്ചു ദിവസം ഇവിടെ വന്ന് താമസിച്ചാ മതി. അത് ശരിയാ. അപ്പൊ അമ്മച്ചിക്ക് ഒരു സമാധാനം ഉണ്ടാവും. അത് മതിയോ മനുഷ്യനെ? അല്ല, മതിയോന്ന് ചോദിച്ചാ അപ്പച്ചനും അമ്മച്ചിയും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയില്ലാത്ത പിന്നെ പരാതി പറഞ്ഞേക്കരുത്. റേറ്റ് നമുക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. പുളിമാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോ ലൂയി സാറ് ഒരു ചാക്ക് മാങ്ങയാ കൊണ്ടുവന്നത്. അങ്ങനെയാ സ്നേഹമുള്ള കെട്ടിയന്മാര്. ഈ മനുഷ്യനുണ്ടല്ലോ, എനിക്കൊരു കണ്ണിമാങ്ങ വാങ്ങി തന്നിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ കണ്ണിമാങ്ങ പറിക്ക് നടക്കാൻ പോവല്ലേ? നീ ഇങ്ങനെ നുണ പറഞ്ഞ കാലം കഴിച്ചോടി. നുണയോ? എപ്പോഴാ മനുഷ്യ നിങ്ങൾ കണ്ണിമാങ്ങ പോലെ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്? എടി, പറമ്പ് നിറയെ മാവ് കായ്ച്ചു കിടക്കുമ്പോ ഞാൻ എന്തിനാണ് നിനക്ക് വേറെ മാങ്ങ വാങ്ങി തരുന്നത്? എന്റെ മാതാവേ, നോർമൽ ഡെലിവറി, ആൺകുഞ്ഞ്. ഓ എന്റെ കർത്താവേ! പ്ലീസ് വെയിറ്റ് സർ, കുഞ്ഞിനെ കാണാൻ സമയമെടുക്കും. ഞങ്ങൾ റൂമിൽ കൊണ്ടുവരും. കാണാനും വയ്യ. എടാ ലൂയിസേ, ലൂയിസേ, നീ ആദ്യം അമേരിക്ക വിളിച്ചു പറ. നിന്റെ ചേട്ടനും ചേട്ടത്തി അവിടെ വായു പിടിച്ചിരിക്കുകയായിരിക്കും. ആരാ നോക്കിയേ? ചേട്ടത്തിയാ. ഹലോ, മോനെ അപ്പാപ്പന്റെ മൂക്കാവന്. നിങ്ങളുടെ മൂക്കാവനെന്ന് ഇത്തരക്കേട് പറയാതെ മേരിക്കുട്ടി. അവൻ അവന്റെ മൂക്ക്, എനിക്ക് എന്റെ മൂക്ക്. വെള്ളം അടിച്ച് അതും പറയാതെ മനുഷ്യ. മുത്തേ മുത്തേ. ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചു. ഡോക്ടർ ഡോക്ടർ എന്നൊക്കെ ഡിസ്ചാർജ്? നോർമൽ ഡെലിവറിക്ക് 3 ദിവസം മതി. മോനെ ചക്കരക്കുട്ടാ. ചക്കരേ, മോനെ. മോളെ, പ്രസവരക്ഷയൊക്കെ ശരിക്കും നടന്നോട്ടെ. ആട്ടിൻപ്രാത്തോ തെങ്ങും പൂക്കലയോ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ. ആട്ടിൻപ്രാത്തൊന്നും എനിക്ക് വേണ്ട. അതെന്താ മോളെ വേണ്ടാത്തത്? ചേച്ചിക്ക് ഉണ്ടാക്കി കൊടുത്ത സാധനല്ലേ, അതിന്റെ മണം കേൾക്കുമ്പോ തന്നെ ഓക്കാനും വരും. എന്നെ ഈശോയെ ഓക്കാനും വരുമെന്നോ? മോളെ, നല്ല ആട്ടിറച്ചിയിൽ ശുദ്ധമായ ഉഗ്രൻ ബ്രാൻഡി ചേർത്തുണ്ടാക്കുന്ന മരുന്നാണ് ഈ ആട്ടിൻപ്രാത്ത്. പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഇത്രയും നല്ലൊരു പേറ്റുമരുന്ന് വേറെ ഇല്ല. മോളെ, ഒന്നും വേണ്ടാന്ന് പറയരുത്. മരുന്ന് കഴിക്കുന്നതേ ശരീരത്തിന്റെ രക്ഷയ്ക്കാ. ഇതൊക്കെ സമയത്തും കാലത്തും കഴിച്ചില്ലെങ്കിലാ വയസ്സാം കാലത്ത് നടുവേദനയും വിലക്കുറവും ഒക്കെ ഉണ്ടാവുന്നത്. മോളെ, ഇപ്പോഴും നിന്റെ അമ്മച്ചി പുലിക്കുട്ടിയെ പോലെ ഓടി നടക്കുന്നത് എന്താ? വേണ്ട കാലത്ത് വേണ്ട മരുന്ന് കഴിപ്പിച്ചത് കൊണ്ടാ. അത് നിങ്ങൾക്ക് ചില്ലിക്കാശ് ചെലവൊന്നും ഇല്ലല്ലോ. എന്റെ വീട്ടുകാരായിരിക്കും പ്രസവരക്ഷ ചെയ്തത്. എടി, ആര് ചെയ്തെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എഴുതാപ്പുറം വായിക്കല്ലേ മേരിക്കുട്ടി? ഇനി ഇതിന്റെ പേരില് വഴക്ക് വേണ്ട അമ്മച്ചി.
ജനജി ഓ. ഇതൊക്കെ എടുത്തു. ഇതെന്തൊക്കെയാ സാറേ? ഒന്ന് പോ മനുഷ്യനെ. ഇതൊക്കെ എന്താ മോനെ? ഇത് ആർക്ക് ചവിട്ടാനാ? സൈക്കിള് ചോട്ടാറാണെങ്കിൽ കാലം എടുക്കും. ഇതൊക്കെ ഇപ്പഴെന്തിനാ വാങ്ങിയത്? ലൂയിസിന് ചവിട്ടാനായിരിക്കും അമ്മച്ചി. എപ്പോഴും കാർ ഓടിച്ച് ബോറടിച്ച് കാണും. ദേ, 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 ദേ. ആരും അവനെ കളിയാക്കണ്ട. ആ. ഞങ്ങൾ ആണുങ്ങൾ ദീർഘവീക്ഷണമുള്ളവരാണ്. കൊച്ചു വലുതാകാണ്ടിരിക്കില്ലല്ലോ. വലുതാകുമ്പം ചവിട്ടാം. ഇനി ആ കാലത്ത് സൈക്കിള് വാങ്ങാൻ ചെല്ലുമ്പോ സൈക്കിളിന് വില കൂടിയാലോ? ഒരാവേശത്തിന് വാങ്ങിയതാ, വേറെ ഒന്നും ഓർത്തില്ല. വേറൊന്നും ഓർത്തില്ലേ? അതോ അത് മറന്നിട്ടില്ല, വണ്ടിയിലിരിപ്പുണ്ട്. മേരിക്കുട്ടി, നീ ചുമ്മാ നോക്കി പേടിപ്പിക്കല്ലേ. എന്റെ മരുമോൻ എനിക്ക് അരിഷ്ടം വാങ്ങിത്തരുന്നു, ഞാൻ അരിഷ്ടം കുടിക്കുന്നു. ഒരരിഷ്ടം കുടിക്കല്. വാ മകനെ. എന്തിനാ മോനെ ഈ മനുഷ്യന് കള്ളു വാങ്ങി കൊടുത്ത് വഷളാക്കുന്നത്? അയ്യോ അമ്മച്ചി, അത് കള്ളല്ല, അരിഷ്ടം. ഇത് വയറുവേനക്കുള്ള ഒരു. ആ മനുഷ്യന്റെ കള്ളത്തരം മോനെ പഠിപ്പിച്ചു. അമ്മച്ചി പോയി നല്ലൊരു ചായ ഇട്ടുണ്ടോന്നേ. ഇപ്പൊ കൊണ്ടുവരാട്ടോ. എനിക്കൊരു സമ്മാനം തരുമെന്ന് പറഞ്ഞിട്ട്. തുറന്നു നോക്ക്. ഹായ്. അരിഷ്ടം മുഴുവൻ ഒരു ദിവസം അങ്ങ് തീർത്തോ? മേരിക്കുഞ്ഞെ, ഇത് അരിഷ്ടമല്ലടി, സ്നേഹം. ഓ, എന്റെ മരുമോന്റെ സ്നേഹം, സന്തോഷം. മോനെ വാങ്ങിക്കൊണ്ടിട്ടല്ലേ മോനെ, അനുഭവിച്ചോ? അതൊന്നും സാരമില്ല അമ്മച്ചി. എടാ ലൂയി, മാമോദിസ നമുക്ക് അടിപൊളിയാക്കണം. കുഞ്ഞിനിടാൻ ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. മോളിരി പറയപ്പച്ച. എടാ ഉഗ്രം പേരാണ്, ഞാൻ പറയും. പറയാതെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? മേരി, നീ തൂക്കി കേറി വെടിവെക്കരുത്. എടാ ലൂയി, ഞാനിവിടെ ഉണ്ടപ്പച്ച. നീ ഇവിടെ ഉണ്ടായിരുന്നോ? മക്കളെ, നമ്മുടെ കുഞ്ഞിനിടാൻ പോകുന്ന പേര് കേൾക്കണോ? തോമാസ് കുട്ടി. അയ്യടാ, തോമാസ് കുട്ടി. എന്നാടി ആ പേരിനൊരു കുഴപ്പം? പിന്നെ എടി, എന്റെ അപ്പാപ്പന്റെ പേര് തോമാസ് എന്നായിരുന്നു. അതൊന്നും വേണ്ട അപ്പച്ച, പുതിയ പേരാ നല്ലത്. ചേട്ടനും ചേട്ടത്തിയും കൂടി ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, എബി. അത് നല്ല പേരാ. മേരിക്കുട്ടി മനുഷ്യരായിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. നീ അത് തന്നെ വിളിച്ചോ, ABCDEFG. എടാ നിന്റെ അമേരിക്കക്കാരൻ ചേട്ടനും ചേട്ടത്തിയൊക്കെ മാമോസായിക്ക് വരുവോ? വരും, വിളിച്ചിരുന്നു. പക്ഷെ ഉടൻ തിരിച്ചു പോവുകയും ചെയ്യും. കുഞ്ഞേ വാവേ. നിറയൂ നീ എന്റെ ജീവിതത്തിൽ നിറദീപമായി തെളിഞ്ഞു നിൽക്കൂ, തെളിഞ്ഞു നിൽക്കൂ. ധ്യാനുരാഗത്തിൻ ലജ്ജയിൽ നിൻമുഖം ആകെ ചുവന്നു തുടുത്തിരുന്നു. ധ്യാനുരാഗത്തിൻ ലജ്ജയിൽ നിന്നു
മുഖം ആകെ ചുവന്നു തുടുത്തിരുന്നു. അതു കണ്ടു കൊതി പൂണ്ടു നിന്നൊരീ ഞാൻ. അതു കണ്ടു കൊതി പൂണ്ടു നിന്നൊരീ ഞാൻ. അടിമുടി കോരിത്തരിച്ചു പോയി, അടിമുടി കോരിത്തരിച്ചു പോയി. പുലരുളി മെല്ലെ തെളിഞ്ഞ പോലെ, പനിനീർമൊട്ട് വിരിഞ്ഞ പോലെ. അഴകേ നീ എന്റെ മുന്നിൽ വന്നു, അറിയാതെ ഉള്ളിൽ കടന്നിരുന്നു, കടന്നിരുന്നു. നീ ഉറങ്ങിയോ? രാത്രി പിന്നെ ഉറങ്ങാതെ? എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരു സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാ മതി, ഉറക്കം താനെ വന്നോളൂ. കൺട്രോള് വേണം. ഉറങ്ങിയോ? ഇല്ല. പിന്നെന്താ, ഞാൻ ചുമച്ചത് കേട്ടില്ലേ? ഇല്ല. കാതിന് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടായിരിക്കും. മഴ പെയ്യുന്നുണ്ട്, നീ കേൾക്കുന്നില്ലേ? മഴയ്ക്ക് പിന്നെ പെയ്യണ്ടേ? നല്ല തണുപ്പുണ്ട്. അഴകേ നീ എന്റെ മുന്നിൽ വന്നു, അറിയാതെ ഉള്ളിൽ കടന്നിരുന്നു, കടന്നിരുന്നു. പരിഭ്രമിക്കാനൊന്നുമില്ല. യു ആർ പ്രഗ്നന്റ്. എല്ലാവരും പറയും ആദ്യത്തെ കുഞ്ഞിന് 5 വയസ്സായിട്ടേ രണ്ടാമത്തതുള്ളൂ എന്ന്. പക്ഷേ അതൊക്കെ തെറ്റിപ്പോകുന്നവരാണ് അധികവും. നിങ്ങളുടെ കാര്യത്തിൽ വളരെ നേരത്തെ തെറ്റിപ്പോയെന്ന് മാത്രം. ഇത് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ പറയൂ. ഇതിന് നിങ്ങൾ ചിന്തിക്കുന്നത് അബോർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണെന്ന് മനസ്സിലായി. ജീവൻ അപകടത്തിലാവുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രമേ അത് ചെയ്യാവൂ. നിയമവും അതേ അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. എല്ലാ മാസവും മുടങ്ങാതെ ചെക്കപ്പ് വേണം, അറിയാലോ.
നീ മൂഡ് ഓഫ് ആണല്ലോ. സന്തോഷിക്കല്ലേ വേണ്ടത്. നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? നമ്മൾ അടക്കവും നിയന്ത്രണവും ഇല്ലാത്തവരാണെന്ന് ആൾക്കാർ പറയില്ലേ? പറയട്ടെ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയട്ടെ. നീ നോക്കിക്കോ റേച്ചൽ, ഇതൊരു പെൺകുഞ്ഞായിരിക്കും. നിന്നെപ്പോലൊരു സുന്ദരി കുട്ടി. നമ്മൾ ഇവൾക്ക് അനാമിക എന്ന് പേരിടും. എന്താ രാമകൃഷ്ണ ഇന്നത്തെ സ്പെഷ്യല്? സ്പെഷ്യലൊന്നും ഇല്ലടേ. എന്തു പറ്റി? സ്രാവും താറാമുട്ടയൊക്കെ മാർക്കറ്റിൽ കിട്ടാതായോ? അതല്ല, വൈഫ് 2 ദിവസമായിട്ട് സ്ഥലത്തില്ല, വീട്ടിൽ പോയിരിക്കുക. അപ്പൊ സ്വയം പാചകം. അതെ. ആ ചേച്ചി വരുമ്പോ ഒരു ഭരണി കടുമാങ്ങാച്ചാറ് കൊണ്ടുവരാൻ പറയൂ. ആ കഴിഞ്ഞ തവണത്തെ അച്ചാറിന്റെ രുചിയുണ്ടല്ലോ, ഇപ്പഴെന്റെ നാവിലുണ്ട്. ഇവിടെ ഒരാൾക്കിനി കടുമാങ്ങാച്ചാറൊക്കെ വേണ്ടി വരും. എന്താ പെണ്ണുങ്ങൾ തമ്മിലൊരു സ്വകാര്യം? പണി പറ്റിച്ചു. കാര്യം പറയാനെന്തവല്ലി? നമ്മൾ സ്റ്റാഫിനിടയിൽ എന്തിനാ ഒരു രഹസ്യം? സമ്മതിക്കണം, മൂത്ത കുഞ്ഞിന് 1 വയസ്സ് തികഞ്ഞില്ല. അപ്പോഴേക്ക് അച്ചാറ് തിന്നാൻ കൊതി വന്ന എന്ത് ചെയ്യും? ഹായ് റേച്ചൽ. എടി നീയോ? വാട്ട് എ സർപ്രൈസ്. ഇത് ഗീതു മേനോൻ. ഹലോ. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. നമ്മുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരമസുഖം. ഞാൻ ലൂയിസ് എബിമോൻ. സന്തുഷ്ട കുടുംബം. അല്ല, എന്നിട്ട് മോൻ എവിടെ? വീട്ടിലുണ്ട്, ജാനേച്ചിന്റെ അടുത്ത്. അവന് ജാനേച്ചി മതി, സെർവന്റാ. ഓ, വാ. നീ എന്താടി ഇവിടെ? കേരളത്തിലെ കൊട്ടാരങ്ങളെ പറ്റിയുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നതാ. 2 ദിവസം ഇവിടെ ഉണ്ടാവും. ഹിൽ പാലസ് വരെ വന്നു. താമസം ഇവിടെ മയൂര റെസിഡൻസിയിൽ. ഒറ്റയ്ക്കോ? ആ, അതിനെന്താ? നിന്റെ ഹസ്ബൻഡോ? സിംഗപ്പൂരിലാ. കുട്ടികളൊന്നും ആയില്ലേ? ആയതാ. ഓ, കളഞ്ഞു. എന്ത്? അബോർട്ട് ചെയ്തൂന്ന്. കുറച്ചു കാലം ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞ് മതി കുട്ടിയും വട്ടിയൊക്കെ. അതാ ഞങ്ങളുടെ ഡിസിഷൻ. അടുത്ത മാസം ഞാൻ എന്തായാലും ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകും. പാലസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഏകദേശം ഒക്കെ ആയി. എഴുത്തല്ല, ഇനി സിംഗപ്പൂർ ചെന്നിട്ട്. പോണതിന് മുമ്പ് എന്തായാലും വീട്ടിലേക്ക് വരണം. പിന്നെ വരാതെ. ശരി എന്നാ, ബൈ. അകവും പുറവും ഒരുപോലെ സുന്ദരം, മനോഹരമായ ഡിസൈൻ. നഗരത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് എനിക്കിഷ്ടമായി. ആ എടി, നിന്റെ പഴയ കവിത എഴുത്തൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതൊക്കെ അന്നത്തെ ഒരു അരവട്ടല്ലേ. കോളേജ് മാഗസീനിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചു നടിച്ച ജീവിതകാലം മുഴുവൻ കവിത എഴുതി നടക്കാൻ പറ്റും. മോളെ, മാർക്കറ്റിൽ പോയപ്പോഴേ കുറച്ച് പുളിയനെല്ലിക്ക വാങ്ങി. അല്ല, രണ്ടാളും വല്ലതും കഴിക്കാൻ ഞാൻ വെച്ചേ. മോക്കത് പറയാ. പക്ഷേ റേച്ച മോള് ഇപ്പൊ പട്ടിണി എടുക്കാൻ പാടില്ല. 3-ാം മാസാ. ഞാൻ പട്ടിണി എടുത്തേക്കാം. ഇപ്പൊ തന്നെ 2ാമത്തതും വേണമായിരുന്നോ റേച്ചൽ? അത് പിന്നെ അങ്ങ് സംഭവിച്ചു പോയി അല്ലേ? അതങ്ങ് കളയുന്നതാ നല്ലത്. ലൂയിസ് സമ്മതിക്കില്ല ഗീതു. അയ്യേ, ഷെയിം. അടുത്തടുത്ത് പ്രസവങ്ങൾ വന്നു കഴിഞ്ഞാ നാണക്കേട് മാത്രമല്ല, പെണ്ണ് ക്ഷീണിക്കുകയും ചെയ്യും. ആണുങ്ങൾക്ക് ഇത് വല്ലതും അറിയണോ? 10 മാസം ചുമന്ന് പ്രസവിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. പെണ്ണിന്റെ ശരീരത്തിലെ സത്തെല്ലാം ഊറ്റിയെടുത്താണ് കുഞ്ഞു വളരുന്നത്. 5 വർഷമെങ്കിലും ഗ്യാപ്പില്ലെങ്കിൽ എന്റെ മോളെ നീ വാടി കരിഞ്ഞു ഒന്നിനും കൊള്ളാത്തവളാവും. ഇത്ര ചെറുപ്പത്തിലെ നിനക്ക് വൃദ്ധയാവണോ? ഞാൻ എന്ത് ചെയ്യാനാ? ലൂയിസിനോട് തുറന്നു പറയണം, നിന്നെ കൊണ്ട് ഇനി പറ്റില്ലാന്ന്. അല്ലാതെ പിന്നെ സമ്മതിക്കുമോ? സമ്മതിക്കാതെ പിന്നെ സമ്മതിപ്പിക്കണം. നിന്റെ കാര്യവാ. അതെ, ഞാനൊരു അഡ്രസ് തരാം. ചെവി അറിയാതെ കാര്യം നടത്തി തിരിച്ചു പോരാം. കുഞ്ഞു കരയണു. വാ ഗീതു. നീ എന്താ കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. ലൂയിസ് കഴിക്കും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ വയറ്റി കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും കഴിക്കും. നമുക്കിത് വേണ്ട ലൂയിസ്. നീ എന്താ പറഞ്ഞത്? ബി പ്രാക്ടിക്കൽ ലൂയിസ്. സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മൾ സൊസൈറ്റിയോട് പോവാൻ പറ. എനിക്ക് വയ്യ ലൂയിസ്, പ്ലീസ്. നമ്മുടെ മോന് 5 വയസ്സായിട്ട് മതി.
ഇപ്പൊ തന്നെ ഇനി ഒരു 10 മാസം ചുമന്ന് എനിക്ക് വയ്യ. ഞാൻ മരിച്ചു പോവും. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ. ജാള്യതയൊന്നും വേണ്ട റേച്ചൽ. ഡോക്ടർ മോഹൻദാസിനെ കേട്ടപ്പോ അങ്കിളാണെന്ന് ഒട്ടും കരുതിയില്ല. ഞാനായത് നന്നായില്ലേ? കാര്യങ്ങൾ ഫ്രാങ്കായിട്ട് പറയാമല്ലോ. പേരെന്താ പറഞ്ഞത്? ലൂയിസ്. ആ, മിസ്റ്റർ ലൂയിസ്, ഈ കുട്ടിയുടെ വീടിന്റെ വളരെ അടുത്താണ് എന്റെ വീട്. ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട് വർഷങ്ങളായി കാണും. ആ മോളെ, നാട്ടിലെ അപ്പച്ചന് സുഖം തന്നെയല്ലേ? അതെ അങ്കിൾ. യെസ്, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പൊ എത്ര മാസമായി? 3. അബോർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആദ്യത്തെ കുഞ്ഞിന് എത്ര വയസ്സായി? 1. മുലകുടി മാറിയിട്ടില്ലെന്ന് അർത്ഥം. അപ്പോഴേക്കും ദേ വരുന്നു രണ്ടാമത്തേത്. വേണ്ടെന്ന് വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പക്ഷെ അങ്കിൾ, പറയൂ. ഈ തീരുമാനം തെറ്റാണോന്നാ പേടി. ഈ തീരുമാനമാണ് ശരി. തെറ്റ്, പാപം തുടങ്ങിയ വാക്കുകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. കാരണം ആർക്കും വേദനയോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ചെയ്യുന്ന ഒരു ലളിതമായ നടപടിയാണിത്. വെരി സിമ്പിൾ, നിസ്സാരമായിട്ടുള്ള നടപടി. പക്ഷേ അതുകൊണ്ട് ഒരുപാട് മെച്ചമുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ ഇപ്പൊ ആരാ നോക്കുന്നത്? സെർവന്റ്. രണ്ടാമതൊരു കുട്ടി കൂടി ഈ അവസ്ഥയിൽ ഉണ്ടായാൽ രണ്ടിനെയും ശ്രദ്ധിച്ചു വളർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കുകയാണ് നല്ലത്. ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് പോയിന്റ്. റേച്ചലിന്റെ ആരോഗ്യം. പൊതുവെ പെയിലാണ് ബോഡി. സോ ഐ തിങ്ക് അബോർഷൻ ആണ് ശരിയായ തീരുമാനം. ഈ കുഞ്ഞ് പെണ്ണാണെന്നാണ് സ്കാനിംഗ് റിപ്പോർട്ട്. അബോർഷന്റെ കാര്യത്തിൽ ഒരു റീതിങ്കിങ് ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. എന്താ മോളെ ഉണ്ടായത്? വല്ല വീഴ്ച വല്ലതും പറ്റിയോ? പറയൂ മോളെ, വീണോ നീ? എവിടെയാ മോളെ വീണത്? സ്റ്റെപ്പ് ഇറങ്ങിപ്പോ വഴുക്കി വീണതാ അപ്പച്ച. കർത്താവേ, എന്റെ മോടെ ഒരു വിധി. വിഷമിച്ചിട്ട് കാര്യമില്ല മേരിക്കുട്ടി. ആ കുഞ്ഞിന് ജനിക്കാൻ യോഗമില്ല. എന്നോട് വെറുപ്പ് തോന്നണുണ്ടോ ലൂയിസ്? വിശ്വേട്ടനോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്. എന്തിനാ ലൂയിസ് എന്നെ കളഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പ്രസവിച്ച് എന്റെ സരിതയ്ക്ക് തരാമായിരുന്നില്ലേ? പൊന്നുപോലെ ഞങ്ങൾ എന്നെ വളർത്തിയനെ. എത്ര കാലവും ഞങ്ങൾ മരുന്നും അമ്പലോട്ട് നടക്കുന്നു. അത്രയ്ക്കൊന്നും അങ്ങോട്ട് ആലോചിച്ചില്ല വിശ്വേട്ടാ. എന്താ വിശ്വേട്ടാ?
ഒന്നുമില്ല. ഗർഭചിത്രത്തിലെ ക്രൂരത വിദ്യാഭ്യാസമുള്ളവർ പോലും വേണ്ടത്ര മനസ്സിലാക്കാറില്ല. ഗർഭചിത്രം നടത്തപ്പെടുന്നത് ഭീകരവും പൈശാചികവുമായിട്ടാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന പദാർത്ഥം കടത്തിവിട്ട് ഗർഭസ്ഥ ശിശുവിന് പ്രാണവായുവും പോഷകങ്ങളും തടഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തുന്നത് ഒരു രീതി. ഉപ്പിന്റെയും ഗ്ലൂക്കോസിന്റെയും പൂരിത ലായനി ഗർഭപാത്രത്തിലേക്ക് കടത്തിവിടുന്നതാണ് മറ്റൊരു രീതി. ഈ ലായനിയിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് കുഞ്ഞ് മരിക്കും. വായുവില്ലാത്ത കുഴലിലൂടെ ഭ്രൂണത്തെ വലിച്ചെടുക്കുന്ന രീതിയുണ്ട്. ഗർഭസ്ഥ ശിശുവിന് 3 മാസമോ അതിൽ കൂടുതലോ വളർച്ചയെത്തിയാൽ ഈ മാർഗങ്ങൾ പ്രായോഗികമല്ല. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ശിശുവിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി പുറത്തെടുക്കുന്നു. കുഞ്ഞിന് അസഹനീയമായ മരണവേദന നൽകി ഇങ്ങനെ പച്ചയ്ക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കുന്നതിന് ക്യൂരറ്റ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. നീ പരക്കം പോയണ്ട, ഞാൻ എപ്പോഴും എഴുന്നേറ്റു. ഇന്ന് പള്ളിയിൽ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ആ നിനക്കെന്തു പറ്റി? ഒന്നുമില്ല. വെളുപ്പാങ്കാലത്ത് വല്ല പാറ്റയോ പല്ലിയോ കണ്ട് പേടിച്ചിട്ടുണ്ടാവും അല്ലേ? നാണമില്ലല്ലോ മോളെ, കൊച്ചു പിള്ളേരെ പോലെ. നിന്റെ കുഞ്ഞിന് ഒരു സഹോദരനോ സഹോദരിയോ ആകുമായിരുന്ന ജീവനെയാണ് നീ നശിപ്പിച്ചത്. മോളെ, ലോകത്തിലെ ഏറ്റവും വലിയ അഭയസ്ഥാനം അമ്മയുടെ ഗർഭപാത്രമാണ്. അവിടെയും ഒരു കുഞ്ഞു വേട്ടയാടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരതയാണ്! അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എത്രയാണ്! ക്രിസ്തുമസ് ആണ് വരുന്നത്, ഉണ്ണീശോ പിറന്ന ദിനം. ഹെറോദയാസിന്റെ പടയാളികൾ എത്ര എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അന്ന് വെട്ടിമുറുക്കിയത്. ആ പാപം ഇന്നും മനുഷ്യൻ കൈവിട്ടിട്ടില്ല. പശ്ചാത്തപിക്കും മോളെ, കരഞ്ഞു പ്രാർത്ഥിക്കേ. കരുണാമയനായ ദൈവം തമ്പുരാൻ നിനക്ക് മാപ്പ് തരും.
ലോകൈകനാഥന് ജന്മം ലോകൈകനാഥനു ജന്മം നൽകിയ അമ്മേ നീയെ പ്രധന്യ. പാടുവാൻ താളം പിടിക്കുവാൻ താരിളം മേനിയെ പുൽകിടാനും പൂനില പാൽ പോൽ പുഞ്ചിരി തൂകും പൂങ്കവിൽ തെരുതെരെ മുത്തിടാനും ഭാഗ്യമേകിയ താരൻ സ്തുത്യൻ ശുദ്ധരിൽ ശുദ്ധൻ വന്യനെന്നും ശുദ്ധരിൽ ശുദ്ധൻ വന്യനെന്നും ലോകൈകനാഥനു ജന്മം നൽകിയ അമ്മേ നീയെ പ്രധന്യ. വേദങ്ങളോതുവാൻ കീർത്തനം പാടുവാൻ വേദനിക്കുന്നോരെ താങ്ങിടാനും പല്ലവം പോലുള്ള വിരലുകൾ കൂട്ടി ആദ്യാക്ഷരങ്ങൾ കുറിച്ചിടാനും ഭാഗ്യമേകിയ താരൻ സ്തുത്യൻ ശുദ്ധരിൽ ശുദ്ധൻ വന്ദ്യനെന്നും ശുദ്ധരിൽ ശുദ്ധൻ വന്ദ്യനെന്നും ലോകൈകനാഥനു ജന്മം നൽകിയ അമ്മേ നീയെ പ്രധന്യ. എന്താ റേച്ചൽ? നമ്മളത് ചെയ്യരുതായിരുന്നു അല്ലേ ലൂയിസ്? എന്തിന്റെ കാര്യം നീ പറയുന്നത്? എനിക്ക് അവളെ പ്രസവിക്കാമായിരുന്നു. സാരമില്ല, ഒന്ന് കിടന്നുറങ്ങാൻ നോക്കും. എത്ര വലിയ ക്രൂരതയാണ് ഞാൻ ചെയ്തത്. ഈ കുറ്റബോധം എന്തിനാ റേച്ചൽ? നിന്റെ തീരുമാനം തന്നെയായിരുന്നു ശരി. നീ പ്രാക്ടിക്കലായിട്ടല്ലേ ചിന്തിച്ചത്? വാ. പക്ഷേ ലൂയിസ് ഇപ്പൊ ഇതെല്ലാം പറയുന്നത് എന്നെ സമാധാനിപ്പിക്കാനല്ലേ? അവളെ വേണമെന്നായിരുന്നില്ലേ ലൂയിസിന്റെ ആഗ്രഹം? മോൾക്കിടാനുള്ള പേര് പോലും തീരുമാനിച്ചതല്ലേ? എന്താ റേച്ചൽ ഇത്? ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് വല്ല അസുഖം വരുത്തി വെക്കുന്നീ. വേണ്ടാത്ത കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്ന ഒരുപാട് ഭാര്യാഭർത്താക്കന്മാർ ഈ ലോകത്ത് വേറെയുണ്ട്. വാ, ഒന്ന് കിടക്ക്. പതിനെട്ട് ദിവസം മാത്രം വളർച്ച എത്തുമ്പോഴേക്കും ശിശുവിന്റെ ശിരസ് മുടലും പൊക്കിൾ കൊടിയും രൂപപ്പെടുന്നു.
ഹൃദയം ഇടിച്ചു തുടങ്ങുന്നു. 7-ാം ആഴ്ചയിൽ കണ്ണും കൈകാലുകളും എല്ലാം വ്യക്തമാകുന്നു. ശരീരത്തിൽ രക്തചംക്രമണ വ്യവസ്ഥ ആരംഭിക്കുന്നു. ശിശു തുള്ളിച്ചാടാൻ തുടങ്ങുന്നു. 3-ാം മാസത്തിൽ എല്ലാ അവയവങ്ങളും രൂപപ്പെടുന്നു. ഇപ്പോൾ ശിശുവിന് നല്ലതുപോലെ വേദന അറിയാം. കാര്യങ്ങൾ മനസ്സിലാക്കാം. ഉറങ്ങാം. അമ്മയുടെ വർത്തമാനം പോലും കേൾക്കാം. എന്റെ ദൈവമേ, നിന്റെ പാപത്തിന് പരിഹാരമില്ല. നിസ്സഹായയായ ഒരു കുരുന്നു ജീവനെ വെട്ടിമുറുക്കിയ കശാപ്പുശാലയാണ് നിന്റെ ഗർഭപാത്രം. പാപത്തിന്റെ കുഴിമാറി. അമ്മേ, റേച്ചൽ, റേച്ചൽ, എന്താ പറ്റി? നീ എന്തിനാ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നു നിൽക്കുന്നത്? മനുഷ്യനെ പേടിപ്പിക്കാൻ. വാ. നമ്മുടെ അനാമികയെ അവർ ഇറച്ചി പോലെ വെട്ടി നുറുക്കിയില്ല. ഇത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്റെ ദൈവമേ. കുറച്ചുനാൾ ലീവ് എടുക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഐ മീൻ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ. വിശ്വേട്ടൻ എന്താ ഈ പറയുന്നത്? സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനുള്ള പ്രോബ്ലം ഒന്നും അവക്കില്ല. റേച്ചലിന്റെ മനസ്സിൽ ആഴത്തിലുള്ള കുറ്റബോധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൂസ് ഒരു കാര്യം ചെയ്യും, പള്ളിയിൽ ചെന്ന് ഫാദറിനൊന്ന് കാണും. ഫാദറിനുള്ള ആശ്വസിപ്പിക്കാൻ കഴിയും. കോശി സാറാ. ഗുഡ് മോർണിംഗ് സാർ. അതാ ആലുവ ഫ്ലാറ്റ് അല്ലേ? ഇനി നീ ഇതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നീ കുമ്പസാരക്കൂട്ടിൽ വെച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് പാപമോചനം കിട്ടി. പിന്നെ എന്തിനാണ് ഒരു കുറ്റബോധം? എല്ലാം കർത്താവിൽ അർപ്പിക്കും മോളെ.
മോനുറങ്ങിയോ? മോളെന്ത് കാട്ടിയേ? എന്താ റേച്ച മോളെ ഈ കാട്ടിയത്? മോളെ അവിടെ നിൽക്ക്. റേച്ച മോളെ എങ്ങോട്ടാണ് പറഞ്ഞിട്ട് പോ മോളെ. റേച്ച മോളെ അവിടെ നിൽക്ക്. ഹലോ ലൂയി സാറേ, ഇത് ഞാനാ. എന്താ ജാനുജി? സാറേ, ഞാൻ കോഴിയടിച്ച് മുറുക്കിയിരുന്നു. അപ്പൊ കൈ മുറിഞ്ഞോ? അതല്ല സാറേ, റേച്ച മോളെ എറിച്ചെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. എന്തിന്? എനിക്ക് അറിഞ്ഞൂട് സാറേ. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങോട്ടാ പോയത്? ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. മിസ്റ്റർ കൃഷ്ണൻ, ഇത് ഇത്രയും വെച്ചുകൊണ്ടിരുന്ന എന്തിനാ? അറിയാൻ അല്പം വൈകിപ്പോയി സാർ. ഇതെങ്ങനെ നാട്ടിലറിഞ്ഞാ ഞങ്ങൾക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ല അല്ലേ? ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫിലാണ്. അടുത്ത മാസം അയാൾ വരും. സത്യമായിട്ട് ഞാൻ ചത്തുകളെ. കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സംഗതി ഇരി ചെവി അറിയാതെ ഞാൻ നടത്തിത്തരാം. ഇത്ര ആയില്ലേ? അല്പം റിസ്ക് ഉണ്ട്, പണച്ചെലവ്. പണം എത്ര ആയാലും പ്രശ്നമില്ല സാർ. ഓക്കെ, നിങ്ങൾ നാളെ വരൂ. ടെൻഷനൊന്നും വേണ്ട. ഈ ഉപകാരം മരിച്ചാലും ഞങ്ങൾ മറക്കില്ല സാർ. മരിച്ചാൽ മറന്നോളൂ, നോ പ്രോബ്ലം. ശരി സാർ. എന്താ മോളെ? ആഘോഷം നടത്തുന്നത് വെരി സിമ്പിൾ ആണല്ലേ? വെരി സിമ്പിൾ. എന്റെ പാവം കുഞ്ഞിനെ വെട്ടി നുറുക്കിയില്ലേ? ഇറച്ചി വെട്ടും പോലെ വെട്ടി നുറുക്കിയില്ലേ? സിമ്പിൾ ആണെന്ന് പറഞ്ഞ് എന്നെ ചതിച്ചില്ലേ? എന്റെ മോളെ കൊന്നില്ലേ? ഹലോ, അതെ, വീട്ടിലെത്തിയോ? ആ, നീ എന്തിനാ അറിയിച്ചാൽ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത്? ഞാനും ജാനുവച്ചി എത്രമാത്രം പേടിച്ചു എന്ന് നിനക്കറിയോ? ആ ഡോക്ടർക്കും വിഷമമായിട്ടുണ്ടാവും. എനിക്ക് എന്താണ് ലൂയിസ്? നിനക്ക് നല്ല പെട കിട്ടാത്തതിന്റെ കുഴപ്പമാണ് മോളെ. നമ്മുടെ എബിക്കുട്ടന്റെ കാര്യമെങ്കിലും നീ ചിന്തിക്ക്. അവന് നമ്മളല്ലേ ഉള്ളൂ. പക്ഷെ ലൂയിസ്, അനാമിക ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ അവളെ ഇതുപോലെ സ്നേഹിക്കുമായിരുന്നില്ല. പാവം കുഞ്ഞ്, ജനിക്കാൻ പോലും നമ്മൾ അവളെ അനുവദിച്ചില്ല. ദുർബലനാണ് മനുഷ്യൻ. ജനിക്കുമ്പോൾ തന്നെ നമ്മൾ പാപികളാണ്. പാപത്തിൽ ജനിച്ച് പാപ സാഹചര്യങ്ങളിൽ വഴി നടക്കുന്നു. എങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. കാരണം പശ്ചാത്താപിക്കുമെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ്. റേച്ചൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ദൈവവചനം പറയുന്നത് എന്താണ്? തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രമേൽ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാണ്. ദൈവപുത്രൻ രക്തം വിയർത്തതും കുരിശിൽ പിടഞ്ഞു മരിച്ചതും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. കൊലപാതകികളും കൊള്ളക്കാരും ഇവിടെ കൗൺസിലിങ്ങിന് വരാറുണ്ട്. അവർക്കൊക്കെ ആശ്വാസം കിട്ടാറുമുണ്ട്. ദൈവസന്നിധിയിൽ നമ്മുടെ സകല പാപങ്ങളും പൊറുക്കപ്പെടും. അതിനാദ്യം നമ്മുടെ പാപഭാരം ദൈവത്തിന്റെ കാൽച്ചുവട്ടിൽ ഇറക്കി വെക്കാൻ നാം തയ്യാറാവണം. റേച്ചൽ അതിന് തയ്യാറുണ്ടോ?
ഇനി ഇത് മതി സാറേ, ഇന്നിപ്പോ ഒരുപാടായില്ലേ? എടോ രാമനായരെ, എന്താ സാർ? ഞാൻ ഈ ചെയ്യണൊക്കെ ശരിയാണോടോ? പോർ ഇടിയൻ കഴുത, താനൊരു പാവമാണോ രാമനായരെ? അതെ സാർ, പ്രാരബ്ധ വണ്ടി വലിക്കുന്നൊരു വണ്ടിക്കാള. എടോ വണ്ടിക്കാളെ, താൻ ഭാഗ്യവാനാണോ? തനിക്കൊരു കുടുംബമുണ്ട്. എനിക്കോ? പറയടോ, എനിക്ക് ആരുണ്ട്? ഞാനില്ലേ സാർ? താനുണ്ട്. എനിക്കൊരു ഫാമിലി ഉണ്ടോടോ? സാറ് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ രണ്ടാമതൊരു കല്യാണോട് കഴിക്കാമായിരുന്നല്ലോ. ബ്ലഡി ഫൂൾ, തനിക്ക് എന്തറിയാം? എടോ, എന്റെ രാധയും കുഞ്ഞുമക്കളും എന്റെ കൺമുമ്പിൽ വെച്ചാ. മതി സാറേ, എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതായി കാർ അപകടത്തിന്റെ കഥ? കഥയല്ലടോ, ജീവിതം. ദൈവം താറുമാറാക്കിയ ജീവിതം. ലൈഫ് ഡിസ്ട്രോയിഡ് ബൈ ദ ക്രിയേറ്റർ. നമുക്കിനി കുറച്ചു നാള് എന്റെ വീട്ടിൽ പോയി നിൽക്കാം. ആവാം, ഞാനുണ്ടല്ലോ സാറിന്റെ കൂടെ. താൻ മിഖായേൽ ഷൊളോഗോവിനെ വായിച്ചിട്ടുണ്ടോ? എവിടെ? ഷൊളോഗോവിന്റെ കഥകളിൽ എന്റെ ഗ്രാമവും പരിസരവും ഒക്കെ ഉണ്ട്. താൻ ഇതുവരെ എന്റെ വീട്ടിൽ വന്ന് നമുക്ക് പോകാം. താൻ ആശുപത്രി വിളി. സാറ് നേരം വൈകിയില്ലേ, ഉറങ്ങിയിട്ടുണ്ടാവും. വിളിയടോ സാറേ. പോയി വിളിക്കണോ? റേച്ചൽ, നീ എന്താ ഇവിടെ? അതാ ഞാൻ പറഞ്ഞത്, ഇവര് വേണമെങ്കിൽ കുറച്ചുനാൾ നാട്ടിൽ പോയി നിൽക്കട്ടെ. അന്തരീക്ഷം ഒന്ന് മാറുന്നത് നല്ലതാണ്. അച്ഛനമ്മമാരോടൊപ്പം ആവുമ്പോ മനസ്സൊന്ന് റിലാക്സ് ആവുകയും ചെയ്യും. ശരി ഡോക്ടർ. ഒന്നും ഭയപ്പെടാനില്ല. ഞാൻ പറയുന്നത് കേട്ടു റേച്ചൽ. മനസ്സിനെ ശക്തിപ്പെടുത്തണം. റേച്ചലിന് സാധിക്കും, ഇല്ലേ? ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? എന്തായാലും കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി നിൽക്ക്. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. ഇത് എവിടെയായിരുന്നു? പാവട്ടിയിലെ നാത്തൂന്റെ ഇളയമോടെ കല്യാണമായിരുന്നു. എത്ര ദിവസമാണെന്നറിയോ അന്നമ്മച്ചേർത്തി നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്? എന്താ മേരിക്കുട്ടി? അതെ, പിന്നെ കുറച്ച് അച്ചപ്പവും കൊള്ളപ്പവും ഉണ്ടാക്കിക്കൊണ്ട് തരണം. റേച്ചുമോളും ഒപ്പം കൊടുത്തയക്കാൻ വേണ്ടിട്ടാ. പണ്ടത്തെ പോലൊന്നും വയ്യ എന്റെ മേരിക്കുട്ടി. ചേട്ടത്തിക്ക് സൗകര്യമുള്ള പോലെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നാ മതി. ശരി. ഓ റേച്ചമ്മോടെ കാര്യമാകുമ്പോ വയ്യെന്ന് പറയാൻ പറ്റുമോ? എവിടെ അവള്? ഓ, വന്ന അന്തോട്ടെ അവക്ക് തലവേദനയാ. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? അതിനോട് സമ്മതിക്കണ്ടേ? ചേട്ടത്തി വാ. അയ്യോ, കരയില്ലേ കരയില്ലേ. മോനെ, അതാരാന്നറിയാവോ? അതാണ് ഈ നാട്ടിലെ കമ്പിയിലെ കമ്പി. കമ്പിയിലെ കമ്പി. ഒരു കൊച്ചിനെ എടുത്തോണ്ട് പോടി. മോനെ, അപ്പാപ്പനോട് കുഞ്ഞു പിണക്കമാണോ? റേച്ചമോളെ, എത്ര നാളായി കണ്ടിട്ട്. മോക്ക് പനിക്കുന്നുണ്ടല്ലോ. നല്ലൊരു ചുക്കാപ്പി വെച്ച് കുടിച്ചാ പനിയും തലവേദനയൊക്കെ പമ്പ കിടക്കും. അതൊന്നും വേണ്ട ചേട്ടത്തി. ഇതിപ്പോഴും പുത്തം പോലെ ഉണ്ടല്ലോ. ഇതുപോലെ ഒരെണ്ണം പുത്തമ്പുറയ്ക്കല് സോഫിക്കച്ചിന്റെ കഴുത്തിലുണ്ട്. പക്ഷെ അത് ഇത്രയും വലിപ്പമൊന്നുമില്ല. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇതുവഴി പോയപ്പോ വെട്ടം കണ്ട് കയറിയതാ. ഡോക്ടറോടെ ഉണ്ടായിരുന്നു. പിന്നെ വർക്കിച്ചാനകത്തേക്ക് ഇരിക്കും. ഓ, സന്തോഷം.
കൊറേ നാളായല്ലോ ഡോക്ടറെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ശരിയാ, കുറെ നാളായി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വർക്കിച്ച വിശേഷങ്ങള്? ആ നല്ല വിശേഷം തന്നെ ഡോക്ടറെ. റബ്ബറിനൊക്കെ ഇപ്പൊ നല്ല വിലയല്ലേ? ആ തരക്കേടില്ല. അല്ല ഇതാരേ പുതിയ ആള്? ആ ഇത് രാമൻ നായർ. എന്റെ ഡ്രൈവർ, കുക്ക്, സെക്രട്ടറി എല്ലാം രാമൻ നായർ. അപ്പോൾ ഒരു ബഹുമുഖ പ്രതിഭയാണ് അല്ലേ? അതെ അതെ അതെ. അങ്ങനെയൊന്നുമില്ല. അല്ല ഡോക്ടറെ, നമ്മുടെ ഈ രാമൻ നായർ വീശു ആകെ 2 എണ്ണം. അത് കഴിഞ്ഞ് കുംഭകർണന്റെ ഉറക്കം. കപ്പാക്കി ചിലപ്പോ കുറവാ സാറേ. ഓ ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനമാണല്ലേ? എടോ കപ്പാസിറ്റി അല്ലടോ, പിന്നെ കപ്പാസിറ്റി. അതല്പം കുറവാ. കേട്ടോ രാമൻ നായർ, ഞങ്ങളുടെ ഈ ഡോക്ടറെ ഒരു പ്രത്യേക ടൈപ്പ്. അതെന്താ? ഉറങ്ങാറേ ഇല്ല. ഉറങ്ങുന്നത് ഞാൻ കാണാറുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ നാട്ടുകാരത് കാണുന്നില്ലല്ലോ. എപ്പോ നോക്കിയാലും പതിരാണെങ്കിലും വെളുപ്പാങ്കാലമാണെങ്കിലും ഒരു കുപ്പി മദ്യവുമായി ദേ ഈ വരാന്തയിലിരിക്കും. അതെ അച്ഛയ, ജീവിതത്തിലെ ഏക സുഖം അതാണ്. അല്ല ഡോക്ടറെ, ഞാനൊരു തമാശ ഇങ്ങനെ എത്രയേറെ താളിയും കാര്യവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എന്റെ മുന്നിൽ ഉണ്ടായിരിക്കും. ഞാൻ മലിനയല്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? മോനോ? ഞാൻ നേരത്തെ പോന്നു. അത് നന്നായി. എബിമോൻ എപ്പോഴും പപ്പ പപ്പ എന്ന് പറയും. മോൻ ഇരിക്കെ. എവിടെ എബിക്കുട്ടൻ? അമ്മയും മോനും നല്ല ഉറക്കത്തില. അപ്പച്ചനോ? അടുത്തൊരു മരണം നടന്നിട്ടുണ്ട്. അപ്പച്ചൻ അങ്ങോട്ട് പോയിരിക്കുക. കൊലപാതകം മോനെ. ഓ അതാണോ വരുന്ന വഴി അവിടെ ഒരു വീട്ടിൽ ആൾക്കൂട്ടം കണ്ടത്? അത് ശരി. ഞാനിപ്പോ വരാം. റേച്ചലിനോട് റെഡിയായി നിൽക്കാൻ പറയും. ശരി. ചക്കരക്കുട്ടൻ വന്നേ, ജാനം വന്ന് എടുക്കട്ടെ. എത്ര നാളായി കണ്ടിട്ട്. ജാനുജി, ജാനുജി ആ ബാഗ് ഒന്ന് എടുത്തു. ചക്കരക്കുട്ട, വീട്ടിലെല്ലാവർക്കും സുഖാണോ റേച്ചമോളെ? റേച്ചമോക്ക് എന്താ സുഖമില്ലേ? വല്ലാതെ വാടിയിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. നേരത്തെ പോണം. പേരക്കുട്ടിക്ക് 2നും സുഖമില്ല. പനിയോട് പനി. ആശുപത്രി കൊണ്ടുപോകണം. ഞാൻ ഒന്ന് പോയിക്കോട്ടെ റേച്ചമോളെ. ഞാൻ ഭക്ഷണമൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ നേരത്തെ വരാം. ശരി, ജാനുജി പോയിക്കോ. നാളെ വരാട്ടോ കുട്ട. വാടാ. അയ്യോ കുഞ്ഞിന്റെ പാവ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് ഡോക്ടറെ കാണാം. എനിക്ക് ഉറങ്ങണം.
കരയണ്ട കരയണ്ട. അമ്മേ അമ്മേ റേച്ചൽ എന്താ എന്താ റേച്ചൽ എന്താ ഒന്നുമില്ല ഒന്നുമില്ല മോളെ, നീ വല്ല സ്വപ്നം കണ്ടതാവും. നമുക്ക് ഇന്ന് തന്നെ ഡോക്ടറെ കാണാൻ റേച്ചൽ. റേച്ചൽ വിശുട്ടാ, അത് റേച്ചലല്ലേ? എന്ത് നീ എവിടെ സമയത്ത്? റേച്ചൽ ഹലോ ലൂയിസ്, എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു വിശ്വട്ടാ റേച്ചലിനെ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, റേച്ചൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. ആ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇപ്പൊ അവിടെ എത്തും. ശരി വിശ്വട്ടാ. അകത്തുണ്ടൊക്കെ എടുത്ത് ചെല്ലേ. എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല വിശ്വട്ടാ. വാ. റേച്ചൽ റേച്ചൽ മോളെ. ലൂയിസ് വന്നേ, വാ. റേച്ചൽ നോർമൽ അല്ല. അവളുടെ മട്ടും മാതിരി കണ്ടില്ലേ? രാത്രി നടു റോഡിലൂടെ ഒറ്റക്ക് നടന്നു പോകുമെന്നൊക്കെ വെച്ചാ എനിക്ക് പേടിയാവുന്നു വിശ്വട്ടാ. നമ്മളിനി വിദഗ്ധ ചികിത്സയാണ് ആവശ്യം. എന്ത് വേണമെങ്കിൽ ചെയ്യാം, എവിടെയും കൊണ്ടുപോകാം. നമുക്ക് കോഴിക്കോട്ടുള്ള ഡോക്ടർ പ്രേംരാജിനൊന്ന് കാണിക്കാം. ഏഷ്യയിൽ തന്നെ നമ്പർ 1 സൈക്കാട്രിസ്റ്റ് ആണ് അദ്ദേഹം. ആ അവിടെ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, ഒന്നും മിണ്ടുന്നില്ല. താഞ്ചല്ലേ, നമുക്ക് നാളെ തന്നെ വേണ്ടത് ചെയ്യാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. റേച്ചമോൾ ഇതുവരെ എണീറ്റില്ലേ? ഇല്ല, അവക്കൊരു തലവേദന. ഞാനിപ്പോ ചായ എടുക്കാം. റേച്ചമോള് നല്ല ഉറക്ക. ഞാനിപ്പ ചായ എടുക്കാം.
റേച്ചൽ റേച്ചൽ മിസ്റ്റർ ലൂയിസ് ഇല്ലേ? ഉണ്ടല്ലോ സാറേ, കേറിയിരിക്കേ. സാറെന്താ പതിവില്ലാതെ? ഞങ്ങൾക്കൊരു സംശയം തീർക്കാനുണ്ട്. എന്താണ് സാർ? നിങ്ങളുടെ ഭാര്യ ഒന്ന് വിളിക്കണം. എന്തിനാ സാർ? അത് പറയാം. നിങ്ങൾ ആദ്യം അവരൊന്ന് വിളിക്കണം. സാർ ഇരിക്കൂ. റേച്ചൽ, ഈ മാല റേച്ചലിന്റേതാണോ? ഈ മാല റേച്ചമോളുടേതാണല്ലോ. ഈ ചെയിൻ നിങ്ങളുടെ ഭാര്യയുടെ തന്നെയല്ലേ? അതെ. മിസ്റ്റർ ലൂയിസ്, വി വാണ്ട് ടു സെർച്ച് യുവർ ഹൗസ്. എന്തിനാണ് സാർ? സെർച്ച്. സാർ, ഹലോ, ഇവരെന്താ ഒന്നും മിണ്ടാത്തത്? ഇവർക്ക് അസുഖം വല്ലതും ഉണ്ടോ? അവൾക്ക് തീരെ സുഖമില്ല. നാട്ടിൽ പോയിരുന്നു അല്ലേ? പോയിരുന്നു. ഇന്നലെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. സർ പ്ലീസ്, വാട്ട്സ് ദി പ്രോബ്ലം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡോക്ടർ മോഹൻദാസിന്റെ മർഡറിൽ റേച്ചലിനെതിരെ തെളിവുകളുണ്ട്. ആ മാല ഡോക്ടർ മോഹൻദാസിന്റെ ബോഡിക്ക് അടുത്തുനിന്നാണ് കിട്ടിയത്. സർ. യെസ്. വരൂ. സർ, സർ പ്ലീസ്. സാറിന്റെ റേച്ചൽ ഒരു പാവമാണ്. സോറി ലൂയിസ്, ഈ അറസ്റ്റ് ഒഴിവാക്കാനാവില്ല. സർ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. സർ, മദർ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മദർ, നമ്മുടെ മാതാവിന്റെ രൂപത്തിന് താഴെ ഒരു സ്ത്രീ കിടക്കുന്നു.
വരൂ. ഇത് റേച്ചൽ ആണല്ലോ. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. നല്ല പനിയുണ്ട്. ഇന്നലത്തെ മഴ മുഴുവൻ നനഞ്ഞു എന്നാ തോന്നുന്നേ. റേച്ചൽ, റേച്ചൽ. അപ്പച്ചനോ? എന്താ അപ്പച്ചി പുലർച്ചയ്ക്ക്? നമ്മുടെ റേച്ചമോളെ എവിടെയെങ്കിലും കാണുന്നില്ല. അവളെവിടെ പോയി? അറിയില്ല മോനെ. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോഴാ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയത്. മോൻ ഇങ്ങോട്ട് വാ. ഞാൻ വരാം. എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ ഞങ്ങളെയൊക്കെ തീ തീറ്റിച്ചല്ലോ. നിങ്ങൾ ഇത്തിരി നേരം പുറത്തു നിൽക്കൂ. എനിക്ക് മോളോട് അല്പം സംസാരിക്കണം. ഇനി അതോർത്ത് നീ കരയരുത്. കുമ്പസാരിക്ക്. ദൈവം നിന്റെ തെറ്റുകൾ പൊറുക്കും. മോളെ, പശ്ചാത്തപിക്കുന്ന പാപിയുടെ എത്ര വലിയ പാപവും ക്ഷമിക്കുന്നവനാണ് ദൈവം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലായിത്തീരും. ഇത് ദൈവവചനമാണ്. അബോർഷൻ എത്രമാത്രം ക്രൂവലാണെന്ന് അറിയാമായിരുന്നെങ്കിൽ റേച്ചൽ അത് ചെയ്യുമായിരുന്നോ? ഇല്ല. അറിവില്ലാതെ ചെയ്തു പോയ പാപമാണ്. ആ പാപത്തെപ്പറ്റി നിന്റെ മനസ്സിൽ നല്ല പശ്ചാത്താപവുമുണ്ട്. എല്ലാം അറിയുന്ന ദൈവം നിനക്ക് മാപ്പ് തന്നു കഴിഞ്ഞു മോളെ. നിന്റെ അനാമിക ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. ഭൂമിയിലെ ഏതൊരു കുഞ്ഞിനേക്കാളും സന്തോഷവതിയായി മാലാഖമാരോടും കുഞ്ഞു കൂട്ടുകാരോടുമൊപ്പം കുഞ്ഞി ചിറക് വീശി അവൾ ചിരിച്ചു കളിക്കുകയാണ്. അമ്മ ഇനി കരയല്ലേ. അമ്മ കരഞ്ഞാൽ സ്വർഗത്തിൽ കുഞ്ഞാവയ്ക്ക് സങ്കടാവും. കുഞ്ഞാവയ്ക്ക് ഇപ്പൊ എന്ത് സന്തോഷാന്നറിയോ? റേച്ചൽ, ഞാനൊരു സ്വപ്നം കണ്ടു ലൂയിസ്. നമ്മുടെ അനാമിക സ്വർഗത്തിലുണ്ട്. അല്ല, സ്വപ്നമായിരുന്നില്ല, അത് സത്യ. അതെ റേച്ചൽ, അത് സത്യം തന്നെയാണ്. നമ്മുടെ അനാമിക സ്വർഗത്തിൽ സന്തോഷമായിരിക്കുന്നു.